നമസ്കാരം. യമനിലെ ഹൂതി വിമതർ എന്ത് ചെയ്താലും അതിനെല്ലാം ഉത്തരവാദി മറ്റാരുമല്ല, ഇറാൻ തന്നെയാണ്. ഇക്കാര്യത്തിൽ തന്റെ നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഹൂതി വിമതർ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഇറാനെ ഉത്തരവാദിയാക്കുമെന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയായിരുന്നു ട്രംപിന്റെ ഭീഷണി. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുക്കണമെന്നും ട്രംപ് പറയാൻ ഒരു കാരണമുണ്ട്. യമൻ ജനത വെറുക്കുന്ന ഹൂതി നടത്തുന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾ ഇറാൻ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും അവരെ ഇറാൻ സൃഷ്ടിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. അതിനാൽ ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ആക്രമണത്തെയും ശക്തമായി നേരിടുമെന്ന് പറഞ്ഞ ട്രംപ് ആ ആക്രമണം അവിടെ അവസാനിക്കുമെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലെന്നും വ്യക്തമാക്കി. ഹൂതികൾ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടയും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നുമുള്ള വെടിവയ്പായി കണക്കാക്കും. ഇറാനാണ് അതിന്റെ ഉത്തരവാദി. അനന്തരഫലങ്ങൾ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കുമെന്നും ട്രംപ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ഗസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങിയപ്പോൾ പലസ്തീനിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞതിലും പ്രതിഷേധിച്ചതിലും ഒരു ഇടവേളയ്ക്ക് ശേഷം ചെങ്കടൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം പുനരാരംഭിച്ചത്. ഹൂതികൾക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും പലസ്തീനിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞതിലും പ്രതിഷേധിച്ചാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ചെങ്കടൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിച്ചത്. ഹൂതികൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാൻ ട്രംപും മുമ്പ് ഇറാനിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെങ്കിലും പുതിയ ഭീഷണി ഇറാനെതിരെ യുഎസിന്റെ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് സൂചന നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനുമായി ആണവ കരാറിൽ ചർച്ച ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് പറഞ്ഞിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാമനേയിക്ക് താൻ കത്തയച്ചതായും വ്യക്തമാക്കി. ട്രംപ് ഇറാനെ കൈകാര്യം ചെയ്യാനുള്ള പ്രധാന വഴിയാണ് ആണവ കരാറെന്നും പറയുകയുണ്ടായി. എന്നാൽ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഇറാൻ അവർ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ ട്രംപ് ഇറാനെ സൈനികപരമായി നേരിടുമെന്നും വ്യക്തമാക്കി. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ US സേന 47 വ്യോമാക്രമണങ്ങളാണ് യമനിൽ നടത്തിയത്. ആക്രമണത്തിൽ 7 യമൻ പ്രവശ്യകളിലായി 53 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനയിലും അമേരിക്ക ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.